ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ഐ എം ലെക്സി. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബർഗർ തയ്യാറാക്കി നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബർഗർ കഴിക്കാൻ. ഒരു എഗ് ബർഗറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് റെഡിയാക്കാം. വെജിറ്റബിൾസും എഗ്ഗും എല്ലാം വെച്ച് ഫില്ല് ചെയ്ത ബർഗറാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കൊരു ഫ്രൈ പാനിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഒരു സബോള എടുത്തിട്ടുണ്ട്, അല്പം സെല്ലറി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ കുനുകുനാന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് ആദ്യം തന്നെ വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് അതിൽ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് സെല്ലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ് ചതച്ച് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ചാറ്റ് മസാല ഇല്ലെങ്കിൽ നമുക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബർഗറിലേക്ക് ആവശ്യമായിട്ടുള്ള ബുൾസൈ തയ്യാറാക്കിയെടുക്കാം. ബുൾസൈക്ക് പകരം നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കിയാലും മതി. എന്നിട്ട് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ബർഗറിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആക്കി വെച്ചാലും മതി. ഇനി നമുക്ക് ബർഗർ ബൺ എടുത്ത് ഇതുപോലെ നടുവിൽ കട്ട് ചെയ്ത് 2 പീസാക്കാം. ഇനി ഇതിൻ്റെ താഴെയുള്ള പീസിൽ നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഷീറ്റ് ചീസ് കൂടെ വെച്ച് കൊടുക്കാം. അതിനു മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബുൾസൈ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്ത പീസ് ബണ്ണൂടെ വെച്ച് നമുക്ക് ബർഗറിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം മല്ലിയില കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചതച്ചെടുത്ത് അതുകൂടെ ഇതിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബർഗർ ഒന്ന് വെച്ച് കൊടുക്കണം. ബർഗറിന്റെ മുകളിൽ നമുക്ക് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബർഗർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബർഗർ എടുത്ത് അതിന്റെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലെ ചീസൊക്കെ ഒന്ന് അല്പം മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തവ ബർഗർ റെഡിയായി. ബർഗർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും പുറത്തോട്ട് കഴിക്കണമെന്നില്ല. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ബർഗർ തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്